ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ഓരോ ദേവതകൾക്കും ഇഷ്ടപ്പെട്ട നിവേദ്യം സമർപ്പിക്കുന്നത് കൊണ്ടുള്ള ഫലപ്രാപ്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. സാധാരണയായി നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാര്യസാധ്യതയ്ക്കായി നിവേദ്യം വഴിപാടുകൾ നടത്താറുണ്ട്. എന്നാൽ അതാത് ദേവന് പറഞ്ഞിട്ടുള്ള ഇഷ്ടനിവേദ്യം ഏതെന്നറിഞ്ഞ് ആ നിവേദ്യം വഴിപാടായി നടത്തിയാൽ ഫലപ്രാപ്തി പൂർണ്ണമായും കൈവരും. വിഘ്നനാശം, കാര്യസാധ്യം, വിദ്യാവിജയം എന്നിവയ്ക്ക് ഗണപതി ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ മോദകവും ഒറ്റ അപ്പവുമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ശത്രുനാശത്തിനും എല്ലാ കാര്യങ്ങൾക്കുള്ള വിജയവും കൈവരുവാനായി ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശർക്കര പായസമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ദീർഘായുസ്സിനും ജ്ഞാനവർദ്ധനവിനും മഹാദേവൻ്റെ ഇഷ്ടനിവേദ്യമായ പാൽ, ഇളനീർ എന്നിവയാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. സന്താനലാഭത്തിനും ദുഃഖനിവാരണത്തിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ പാൽപ്പായസവും വെണ്ണയുമാണ് സമർപ്പിക്കേണ്ടത്. ദാമ്പത്യസുഖത്തിനും സർവ്വ ഐശ്വര്യത്തിനും ദുർഗാദേവിക്ക് ഏറ്റവും പ്രിയമായ പായസം, പഴം നിവേദ്യമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. നാഗപ്രീതിക്കായി നാഗങ്ങൾക്ക് ഇഷ്ടനിവേദ്യമായ പാലും നൂറുംപാലും വഴിപാടായി സമർപ്പിക്കണം. വിദ്യാവിജയത്തിന് സരസ്വതി ദേവിയുടെ ഇഷ്ടനിവേദ്യമായ പഴവും ത്രിമധുരവുമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ധനസമൃദ്ധി ഉണ്ടാവാൻ മഹാലക്ഷ്മിയുടെ ഇഷ്ടനിവേദ്യമായ തൈരാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ശത്രുനാശം, ആരോഗ്യവർദ്ധനവ് എന്നിവയ്ക്ക് സുബ്രഹ്മണ്യസ്വാമിയുടെ ഇഷ്ടനിവേദ്യമായ പഞ്ചാമൃതവും പാലഭിഷേകവും ആണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ശനിദോഷം മാറാനും ശത്രുദോഷം നീങ്ങാനും ധർമ്മശാസ്താവിന് ഇഷ്ടനിവേദ്യമായ അരവണയും അപ്പവുമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. സൂര്യഭഗവാന് ഇഷ്ടനിവേദ്യമായ ജലം വഴിപാടായി സമർപ്പിച്ചാൽ ആരോഗ്യപുഷ്ടി കൈവരും. ആരോഗ്യവർദ്ധനവ്, ശത്രുനാശം എന്നിവയ്ക്ക് നരസിംഹമൂർത്തിക്ക് ഇഷ്ടനിവേദ്യമായ പാൽപ്പായസമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ശ്രീരാമൻ്റെ ഇഷ്ടനിവേദ്യമായ പായസം വഴിപാടായി സമർപ്പിച്ചാൽ കൃഷി, വ്യവസായം എന്നിവയിൽ വിജയം കൈവരും. പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമായ നെയ്യും തേനും ചേർത്ത പായസം സമർപ്പിച്ചാൽ സകലവിധ പിതൃപ്രീതിയും കൈവരും. എല്ലാ വഴിപാടുകളും നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടുള്ള പൈസ മുടക്കി മാത്രമേ ചെയ്യാവൂ. കടം വാങ്ങി ഒരു വഴിപാടുകളും നടത്തരുത്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.